Hello, good morning. Welcome to day 3 of Goa. Hi. ഞാനും ജസ്റ്റ് ഒരെണ്ണം വന്നതേ ഉള്ളൂ. ഞങ്ങൾ ആക്ച്വലി റൂമിൽ നിന്ന് റെഡിയായി സിങ്ക്വരം ഫോർട്ട് എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് കാണാൻ വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് കൂടുതലും ആക്ച്വലി ഞാൻ പ്ലാനൊന്നും പറയുന്നില്ല. ഇന്നലെ പ്ലാനൊക്കെ ഇട്ടിട്ട് ഫൗണ്ടൻ ഹൗസ് ഒന്നും നടന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ഫോർട്ട്സും ഫൗണ്ടൻ ഹൗസ് ഇന്നലെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഫൗണ്ടൻ ഹൗസും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ നടക്കും ഇല്ല എന്നൊക്കെ ഉള്ളത് നോക്കാം. അപ്പോൾ ഫോർട്ടിലോട്ട് പോയി നോക്കാം. ജാനുമി തൊപ്പിയൊക്കെ വെച്ച് റെഡിയായി. എടാ എപ്പോഴും ഇത് കാണുമ്പോൾ കൈ കാണിക്കണ്ട. നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ലോവർ ഫോർട്ട് അഗ്വാഡ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മൾ സിങ്ക്വരം ഫോർട്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇനി ഇത് രണ്ടും ഒന്നാണോ, ഒന്നിൻ്റെ രണ്ട് പേരാണോ, അതോ അടുത്തടുത്താണോ രണ്ടും എന്നറിയില്ല. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാലേ ഞങ്ങൾ പക്കാ പ്ലാനിങ് ചെയ്തിട്ടൊക്കെ ഇറങ്ങുള്ളായിരുന്നു. ഇപ്പം ജാനുമേക്ക് ഇപ്പം അതിനുള്ള സമയവും കിട്ടാറില്ല. പിന്നെ ജാനുമേക്ക് വന്നതിന് ശേഷം നമ്മളിപ്പോൾ പക്കാ പ്ലാൻ ചെയ്ത് വെച്ചാലും അതൊന്നും അങ്ങനെ കറക്റ്റ് പ്ലാനിന് നടക്കില്ല. അപ്പോൾ പിന്നെ ഡിസപ്പോയിൻറ്റഡ് ആകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ പ്ലാനിങ്ങും ഓൺ ദ വേ ചെയ്യുന്നതാണ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. കൊള്ളാം, നല്ല ലുക്ക്, രസമുണ്ട്. കയറാം, മേളിൽ കയറാം. Come on, let's go. ഈ സിങ്ക്വരം ഫോർട്ട് ഏതാണെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് ഒരു ലോക്കൽ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ലോവർ അഗ്വാഡ ഫോർട്ടും സിങ്ക്വരം ഫോർട്ടും സെയിം ആണ്. കുറച്ച് അപ്പുറത്തായിട്ടൊരു വലിയ ഫോർട്ടുണ്ട് അഗ്വാഡ ഫോർട്ട്. അത് ഞങ്ങൾ ലാസ്റ്റ് ടൈം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് ഇത്തവണ അവോയ്ഡ് ചെയ്തു. നമ്മുടെ ബെക്കൽ ഫോർട്ടൊക്കെ ഇതുപോലല്ലേ കുറച്ച്? ഞാൻ പോയിട്ടില്ല, അതാണ് ഞാൻ പറയാൻ വന്ന. നമ്മൾ പോയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ തോന്നുന്നു. ബെക്കൽ ഫോർട്ടൊക്കെ പോയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇത് അതുപോലെയൊക്കെ തോന്നുള്ളായിരിക്കും. അവിടെ പറഞ്ഞു അവിടെ പക്ഷെ എന്താ പണി നടക്കുക, ക്ലോസ്ഡ് ആണെന്നല്ലേ നീ പറഞ്ഞു? അങ്ങോട്ടുള്ള വഴി ചോദിച്ചു നോക്കാം. അപ്പം എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം അല്ലേ? നല്ല വെയിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഫോർട്ട് റീജിയൻസ് ഒക്കെ രാവിലെ വെയിൽ നല്ല നട്ടപ്പറ വെയിലാവുന്നതിന് മുമ്പ് തീർത്തിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അല്ലെങ്കിൽ ആക്ച്വലി ഇവിടെ ഒരു ഈവനിങ് ടൈമൊക്കെ വന്നാൽ കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ നല്ല രസമായിരിക്കും. പക്ഷെ നമ്മുടെ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ പോകുന്നു. അങ്ങനെ ആക്ച്വലി ആ മാമൻ പറഞ്ഞ രണ്ടും ഒന്നാണെന്ന് മാമൻ പറഞ്ഞു. ഞാൻ ചോദിച്ചത് ചേട്ടാ ഈ ലോവർ അഗ്വാഡ ഏതാണ്? പറഞ്ഞ ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ സിങ്ക്വറിയം ഏതാണ്? അതും ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞ അപ്പോൾ അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു അഗ്വാഡ ഫോർട്ട് ഉണ്ട്, അത് മുകളിലോട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അത് അഗ്വാഡ, ഇത് ലോവർ അഗ്വാഡ. അപ്പോൾ ഈ അഗ്വാഡ നടന്നു പോകാൻ പറ്റുമോ? അത് ഞാൻ ചോദിച്ചില്ല, അത് നീ പറഞ്ഞില്ലായിരുന്നു. നമ്മൾ നടന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു കുരിശൊക്കെ ഉണ്ട്. സിബിൻ ചേട്ടൻ്റെ അടുത്ത് ഹിന്ദിയിൽ പടാന്ന് വാചകം അടിച്ചത് കൊണ്ട് നമ്മളെ കയറ്റി വിട്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ആ കാണുന്നത് ലോവർ അഗ്വാഡ. ഇത് വന്നിരിക്കുന്ന ഇവിടുത്തെ വ്യൂ പോയിന്റ് ആണ്. ഇത് ശരിക്കും വേറൊരു ഫോട്ടൊന്നും ആയിരുന്നില്ല. ലോവർ അഗ്വാഡ ഫോർട്ടിൻ്റെ തന്നെ ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു കുരിശൊക്കെ വെച്ചിട്ട് നല്ലൊരു സ്പേസ് ആയിരുന്നു. നല്ല കാണാൻ നല്ല വ്യൂ ആയിരുന്നു. എല്ലാം ജാനുമിക്ക് പിന്നെ എല്ലാ സ്വാമികളാണ് കേട്ടോ. ഈ കുരിശൻ സ്വാമി തന്നെയാണ്, ഗണപതി സ്വാമി, കൃഷ്ണസ്വാമി, എല്ലാവരും സ്വാമികളാണ്. അങ്ങനെ തന്നെയാണല്ലോ വേണ്ടതും അല്ലേ? കാരവേല കാഫേ ആൻഡ് ബിസ്ട്രോ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നല്ല റിവ്യൂസ് കേട്ടിട്ട് നമ്മൾ വന്നതാണ്. വിശപ്പുണ്ടോ? നല്ലപോലെ വിശപ്പുണ്ടോ? ഉണ്ടല്ലേ? ജാനുവിക്ക് വിശപ്പുണ്ടോ? പാപ്പം കഴിക്കാൻ ഉദ്ദേശമുണ്ടോ? പോവാം. കാരവേല കയറിക്കും.
ഗോവയിൽ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്ഥലം എന്ന് റിവ്യൂ കണ്ടിട്ട് വന്നായിരുന്നു നമ്മളിവിടെ. അടിപൊളിയായിരുന്നു. ഇവിടെ നമ്മൾ കഴിച്ചതൊരു ചോക്ലേറ്റ് ക്രോസോൺ പോലൊരു സംഭവം, പിന്നെ ഒരു ഗോവൻ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാറ്ററും, പിന്നെ റോസ് ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ ഗോവയിലൊരു ഡെലിക്കസി, അതായത് ഓംലെറ്റും നോൺ വെജ് ഗ്രേവിയും ഒക്കെ ആയിട്ട് വരുന്നൊരു സംഭവം. അപ്പോൾ നമ്മൾ ചേർച്ചസ് കാണാൻ എത്തിയിരിക്കുകയാണ്. സംഭവം ഇവിടുത്തെ ചേർച്ചസ് നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയും കണ്ണാടിയൊക്കെ വെച്ച് പച്ച പരിഷ്കാരിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വേറെ ഒന്നും തോന്നരുത്, വെയിൽ കാണാൻ സഹിക്കാൻ പറ്റുന്നില്ല. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള 7 ചേർച്ചസ് ഇവിടെ ഉണ്ട്. അതെല്ലാം കാണാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ലിസ്റ്റിലെ ആദ്യത്തേത്, സെയിൻറ്റ് ഓഗസ്റ്റിൻസ് ടവർ. ഇത് ആക്ച്വലി ഒരു ഹ്യൂജ് ചേർച്ച് ആയിരുന്നിരിക്കണം, നിങ്ങൾക്ക് അകം കാണുമ്പോൾ ഇനി കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ അതിൽ അവശേഷിക്കുന്ന ഈ ഫ്രണ്ടിലുള്ള പോർഷൻ മാത്രമാണ്. അതൊരു ടവർ പോലെ ഇരിക്കുന്നതുകൊണ്ടാണോ സെയിൻറ്റ് ഓഗസ്റ്റിൻസ് ടവർ എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടില്ലേ, ഇതൊരു ഹ്യൂജ് ഏരിയ ആയിരുന്നു. അതെ, പക്ഷെ ഇതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇതിന്റെ അടിയിൽ ബേസ്മെന്റിൽ ഇങ്ങനെ സിമെന്റ് പോലെയൊക്കെ ഇട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു. ആയിരിക്കണം കേട്ടോ. ബാക്കി ഫുൾ റൂയിൻസ്. എനിക്കത് വലിയ ചേർച്ചാണ്. ഇതാ നോക്കി, ഇതെല്ലാം ആ ചേർച്ചിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഒരു അതിഭീകരമായ വലിയൊരു ചേർച്ചായിരുന്നു ഇത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി ഇങ്ങോട്ടൊക്കെ എന്താ, ഇതെല്ലാം ആ ചേർച്ചിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടൊന്നും ഇപ്പോൾ എൻട്രി ഇല്ല. ഇവിടെ എല്ലാം അടച്ചിരിക്കുക തന്നെയാണ്. ഇതെല്ലാം എന്താ ഇങ്ങനെ ഈ കമ്പി വെച്ചിട്ട് എൻട്രി പ്രൊഹിബിറ്റഡ് ബിയോണ്ട് ദിസ് പോയിന്റ് എന്നൊക്കെ എഴുതിയത്. അവിടെ നൂല് മറ്റേ ക്രൈം സീനിലൊക്കെ കെട്ടി വയ്ക്കുന്നതിലൊക്കെ എന്താണ്ടൊക്കെയോ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് നിന്ന് തിരിയാൻ സ്ഥലമുള്ളൂ. ഇത് വരാം, ഇത് കാണാം. മുൻഭാഗം മാത്രമേ ഇപ്പോൾ നിൽക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ആൻഡ് അതൊരു ഹ്യൂജ് ബിൽഡിങ്. എനിക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല. 46 meters ഉണ്ട് ഈ സംഭവം. യുനെസ്കോ ലിസ്റ്റിൽ നമ്മുടെ രണ്ടാമത്തെ ചേർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ദ റോസറി. ഇത് റൈറ്റ് ഓപ്പോസിറ്റ് ടു സെയിൻറ്റ് ഓഗസ്റ്റിൻസ് ടവർ ആയിരുന്നു. ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അകത്ത് പെർമിറ്റഡ് അല്ലായിരുന്നു. ഈ ചേർച്ച് ശരിക്കും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അകത്ത് കയറുമ്പോൾ ഭയങ്കര ഹൈ റൂഫൊക്കെ ആയിരുന്നു, ടൈൽഡ് റൂഫ്. പിന്നെ ഫ്രണ്ടിൽ ആ ജീസസ് ഇരിക്കുന്ന ആ ഒരു ഏരിയ ഗോൾഡ് പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല ഭംഗിയായിരുന്നു. ഇതിൻ്റെ ഈ ഒരു ഇതൊക്കെ കണ്ട്, ഈ ഒരു ആർച്ച് നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. സ്റ്റോൺ വെച്ചിട്ടുള്ള ആർച്ച്, ഡോറിൻ്റെ ഫ്രണ്ടിലുള്ള ആർച്ച് പോലെ ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് ഫുൾ സ്റ്റോണാണെന്ന് തോന്നുന്നു. ഇവിടെ അകത്ത് മ്യൂസിയം ഷോപ്പ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ജാനുവി എന്താ വാങ്ങിച്ചത്? ജാനുവി കാണിച്ചെടുത്ത്. ഒരു ഏഞ്ചൽ, ഹാങ്ങിങ് ഏഞ്ചലിനെ വാങ്ങിച്ചിരിക്കുകയാണ്. വേണം വേണമെന്ന് പറഞ്ഞു. അതിനകത്തില്ല. ഓക്കേ, ഉണ്ണിമാ ഒക്കെ. ഇവിടെ ഒരു വളപ്പിന് ചുറ്റും കുറേ ചർച്ചകൾ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നമ്മുടെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് മൊത്തം തെറ്റിച്ച് ഞങ്ങൾ ഇട്ട റൂട്ടൊന്നും അല്ല. പക്ഷേ ഒരു ചേർച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നു ഈ ചേർച്ച്. ഈ ചേർച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ചേർച്ച് ഓഫ് സെയിൻറ്റ് കജക്സ്താൻ. ചേർച്ചിനകത്തോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ മരത്തിൻ്റെ ഒരു സൈസ് കണ്ടോ? ഇത് വേറൊരു മരമോ. ബട്ട് ഇങ്ങനത്തെ 2 പടുകൂറ്റ മരങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തിരി തണലും ആശ്വാസവും ഒക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ തേർഡ് ഓൺ അവർ ലിസ്റ്റ് ചേർച്ച് ഓഫ് സെയിൻറ്റ് കജക്സ്താൻ. ഇങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ പ്രൊണൗൺസിയേഷൻ. എന്തായാലും ദ ബെസ്റ്റ്. ഈ ലിസ്റ്റിൽ നിങ്ങൾ ഒറ്റ ചർച്ചിലാണ് പോകുന്നതെങ്കിൽ ഞങ്ങളുടെ റെക്കമെൻഡേഷനിൽ അത് ഇതായിരിക്കണം. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ചേർച്ച് അല്ലേ, രക്ഷയില്ല. ആക്ച്വലി ഇവിടെ ചെക്ക് ചെയ്യാനൊന്നും ആരുമില്ല, വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ ഒരു സ്ഥലത്ത് എടുക്കരുതെന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന ചെറ്റത്തരമായതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. എങ്ങാനും കുറച്ച് വല്ലതും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കാണാം. മറ്റേടത്ത് ഞാൻ പറഞ്ഞില്ല ഗോൾഡ്, ആ മറ്റേ ജീസസ് ഒക്കെ ഇരിക്കുന്ന സ്ഥലം ഒരു ഗോൾഡൻ പെയിൻറ്റ് പോലൊക്കെ ആണെങ്കിൽ ഇവിടെ ഫുൾ തടിയാണ്. ഫുൾ തടിക്കകത്ത് ആണ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇൻട്രിക്കേറ്റ് വർക്കൊക്കെ പോലെ ഭയങ്കര തടിയിൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബിൽഡിംഗ് തന്നെ ആണെങ്കിലും ഇതുപോലെ ഭയങ്കര ഹൈ ഒരു, മറ്റേത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഹൈ ഒരു റൂഫാണ്. പക്ഷെ മറ്റേത് ജസ്റ്റ് റൂഫ് ഹൈ ആണെന്നേ ഉള്ളൂ, ടൈൽഡ് റൂഫാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിൽ റൂഫിൽ തന്നെ കുറേ വർക്ക് എന്ന് പറയാൻ പറ്റില്ല,
പക്ഷേ ഭയങ്കര ഗ്രാൻഡിയർ. നമുക്ക് അതിനകത്ത് നിൽക്കുമ്പം സത്യം പറഞ്ഞാൽ കുറച്ച് നേരം ഇരുന്നിട്ട് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഇരിക്കാൻ അങ്ങനെ സൗകര്യവും ഇല്ല. പിന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പോന്നു. പക്ഷെ ഭയങ്കര ഒരു വൈറ്റ് വാൾസ്, മുകളിൽ റൂഫാണെങ്കിൽ ഫുൾ വൈറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഡോം ഷേപ്പിൽ, മുകളിൽ റൂഫിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഡോം പോലെ വന്നിട്ട് ആ ഡോമിൽ ഇങ്ങനെ വിൻഡോസ്, ഗ്ലാസ് പാനൽ ചെയ്ത് ചേർച്ചസിലൊക്കെ കാണുന്ന പോലത്തെ വിൻഡോസും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു മജസ്റ്റിക് ലുക്ക്. മജസ്റ്റിക് എന്ന് മാത്രമല്ല, ഭയങ്കര ഒരു കാം വൈബ് വരുന്നൊരു സ്ഥലം. ഈ യുനെസ്കോ ചേർച്ചസിലെല്ലാം നിങ്ങൾ പറ്റുവാണെങ്കിൽ വന്ന് കാണണം. എല്ലാം അതിൻ്റേതായ അടിപൊളി സ്ഥലങ്ങളാണ്. ബട്ട് ഇതുവരെ കണ്ടതിൽ ഇതെന്തായാലും മിസ് ഔട്ട് ചെയ്യരുത്. ജാനുവേ അവിടെ ചെടികളിലെ തെറി വിളിക്കുക അവര്. ജാനുമേ അവിടെ നിന്നൊരു പൂവും പൊട്ടിച്ച് ഉണ്ണിമ അത് വാങ്ങിച്ച് കളഞ്ഞ് പിടിച്ചോണ്ട് വരുന്നുണ്ട്. അതിൻ്റെ കരച്ചിലും ചിണുക്കും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മളിവിടുന്ന് അടിച്ച് പുറത്താക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പുറത്ത് കിടക്കട്ടെ. ജാനുമി ആ ചർച്ചിന്റെ വളപ്പിൽ നിന്ന് പറിച്ച പൂവ് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അച്ഛ ഒളിപ്പിച്ചു പോലും പൊട്ടിച്ചു പോയി. ഇനി കളഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്നു. സ്നേഹനിധിയായ അച്ഛനും മോളും. ഞങ്ങൾ സി കത്തീഡ്രൽ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്ന അറിയില്ല. അടുത്ത ചർച്ചായ അവിടെ എത്തിയപ്പോഴാണ് ഈ കരിക്ക്, നമ്മൾ അതിൻ്റെ പാർക്കിങ്ങിൻ്റെ അടുത്ത് തന്നെ കരിക്ക് കണ്ടു. അപ്പോൾ കരിക്ക് കുടിക്കാനായി ഞങ്ങൾ ഇവിടെ നിർത്തി. അത് കഴിഞ്ഞ് നമ്മൾ സി കത്തീഡ്രലിൽ കയറുന്നതായിരിക്കും. കണ്ണാടിയൊക്കെ തുടച്ചോ? വെച്ചോ, പോവാ. കണ്ണിൽ വെച്ചോ. അയ്യേ, തുണിയല്ല, കണ്ണാടി കണ്ണിൽ വെച്ചോ. നമ്മുടെ 4ാമത്തെ ചേർച്ച് സി കത്തീഡ്രലോ SE ഇട്ടിട്ട് ഈയുടെ മുകളിലൊരു മറ്റേ വരയുണ്ട്, കഫേ എന്നൊക്കെ എഴുതുന്നുള്ളൂ. അപ്പോൾ സി കത്തീഡ്രൽ എന്നായിരിക്കും. അതാണിത്. നമ്മൾ ഇതുവരെ കണ്ട പള്ളികളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി തിരക്കുണ്ട് അല്ലേ ഉണ്ണിമോ? ഇതെല്ലാം പക്ഷെ നല്ല ലോണും ഈ മറ്റേ വലിയ മരങ്ങളും ഇവിടെയൊക്കെ ലോണൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ടുള്ളൊരു സെറ്റപ്പാണ്. അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതൊരു നോർമൽ, ഭയങ്കര വലുതാണ്, പക്ഷെ ഒരു നോർമൽ ചേർച്ച് പോലെ ഉണ്ടായിരുന്നുള്ളൂ. വേറൊരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ മിക്ക സാധനങ്ങളും ഈ ചാപ്പൽ ഓഫ് സെന്റ് കാത്തറിൻ, ചർച്ച് ആൻഡ് കോൺവെന്റ് ഓഫ് സെന്റ് ഫ്രാൻസിസ്, സി കത്തീഡ്രൽ എല്ലാം ഒരേ കോംപ്ലക്സിലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സി കത്തീഡ്രലിന്റെ ബാക്ക് സൈഡ് വഴിയാണ് കയറിയത്. എന്നിട്ട് നമ്മൾ പിന്നെയും വണ്ടി എടുത്ത് ഇറങ്ങി, പിന്നെയും കറങ്ങി. ആ ചേർച്ച് നമുക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. അപ്പോൾ ബാക്കി നമ്മൾ കാണാൻ പോവാണ്. ഇത് ഏതാണ് ഇപ്പം നോക്കാം, കണ്ടുപിടിക്കാം. ഇവിടെ കുറേ ചേർച്ചസ് പോലെയും ചാപ്പൽ, ചേർച്ച് എന്നൊക്കെ പറഞ്ഞ് പല ബോർഡുകളും കാണാം, പല സംഭവങ്ങളും കാണാം. ഇതിലേതാണെന്ന് എന്താണെന്നും ഞങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഏതാ ഉണ്ണിമോ? ഇവിടെ ഈ പഴയ എനിക്ക് തോന്നുന്നു പഴയ ചേർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള എന്തൊക്കെയോ പില്ലേഴ്സും കാര്യങ്ങളും സ്റ്റോൺസും എല്ലാം ഇവിടെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി പലതിൻ്റെ അടിയിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. അതിരുന്ന് വായിക്കാനുള്ള പേഷ്യൻസും അതിനുള്ള സമയവുമൊക്കെ ഉണ്ടെങ്കിൽ ഹിസ്റ്ററി ബഫ്സിന് പറ്റിയൊരു സെറ്റപ്പായിരിക്കും. പക്ഷെ നട്ടപ്പുറ വെയിലത്ത് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളത് അത്ര എൻജോയ് ചെയ്തില്ല. അപ്പോൾ ഇത് നമ്മുടെ 5th ചേർച്ച്, സെയിൻറ്റ് കാത്തറീൻസ് ചാപ്പൽ. ശരിക്കും ഇത് എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷെ ചില ഇതുപോലെ ചാപ്പൽ ആൻഡ് ചേർച്ചസിനകത്തൊക്കെ ഭയങ്കര ക്രൗഡും ഭയങ്കര ആളുകളും ബഹളങ്ങളുമാണ്. എന്നാൽ ചിലതിനകത്ത് ഒറ്റ കുഞ്ഞ് വരുന്നില്ല. ലൈക്ക് ഇത് മറ്റെന്താ പറയുക, അനാഥം പിടിച്ച് കിടക്കുന്ന പോലും ഇവിടെ കിടക്കുക. ഇതിപ്പോൾ കുറച്ച് ഔട്ട് ഓഫ് ദ വേ ആണ്, കുറച്ച് മാറി ഇങ്ങോട്ട് വരണം. അതുകൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ ഒന്നും ഒറ്റ കുഞ്ഞുങ്ങളില്ല. ചാപ്പൽ ഓഫ് സെയിൻറ്റ് കാത്തറിൻ ആണ് കേട്ടോ. പക്ഷെ ഇവിടെ ഇപ്പം എല്ലാം റൂയിൻസാണ്, ഒന്നും ഇല്ല.
കാണാനായിട്ട് അധികം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ആൾ വരാത്തതെന്നാണ് അവിടെ ഇരിക്കുന്ന പുള്ളിക്കാരൻ പറഞ്ഞത് അല്ലേ. പക്ഷെ സത്യം പറഞ്ഞാൽ അതിന് അതിൻ്റെതായൊരു ബ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൗണ്ടൊക്കെ നഷ്ടപ്പെട്ടു. എന്നാലും 5ാമത്തെ ആണെന്ന് തോന്നുന്നു. നമ്മുടെ 5ാമത്തെ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ചർച്ച്. അപ്പോൾ പിന്നെ നമ്മുടെ അറിവിൽ ഇതായിരിക്കണം ചർച്ച് ഓഫ് സെയിൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി. ഇതാണ് കേട്ടോ ചർച്ച് ഓഫ് സെയിൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി. പക്ഷെ ഇതിനകത്തോട്ടൊന്നും എൻട്രൻസ് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. ഇതുവരെ പോകാനേ പറ്റുള്ളൂ. നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗോവയിൽ നട്ടുച്ച വെയിലത്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ കരിഞ്ഞു എന്ന് പറഞ്ഞാണ് ആ സമയം നമുക്ക് ചേർച്ചസിനുള്ളിൽ സ്പെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞാണ് രാവിലെ സമയം ചേർച്ചസ് കാണാം എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ചേർച്ചിനകത്ത് നമ്മളാകെ അല്ലേ 1 മിനിറ്റ് 2 മിനിറ്റ് നിൽക്കുന്നുള്ളൂ. ബാക്കി സമയം മൊത്തം വെയിലത്താണ്. വേർത്തൊലിക്കുക. അയ്യോ ഇതിനകത്തൊരു ബോബറ്റ് ജാനുവി. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ ടയേർഡായി. ഇനിയിപ്പം ബസിലിക്ക ഓഫ് ബോം ജീസസ് നമ്മൾ പണ്ട് വന്നപ്പോൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അകത്ത് കയറി കാണില്ല മിക്കവാറും. പുറത്തുനിന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കണ്ടിട്ട് നമ്മൾ പോയി ജാനുമിയുടെ ഉച്ചമയക്കത്തിന് ജാനുമിയെ കിടത്തും അല്ലേ. ജാനുമിയുടെ ഉച്ചമയക്കത്തിന് ജാനുമിയെ കിടത്തിയിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം ഇന്നലെ മിസ്സായ ഫൗണ്ടൻ ഹാസ് ഹെറിറ്റേജ് വാക്കിന് നമ്മൾ തനി അങ്ങ് ഇറങ്ങുകയാണ്. അത് പക്ഷേ ജാനുമി ഉറങ്ങിയൊക്കെ എണീറ്റിട്ട് പതുക്കെ പോകും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ഇനി ബസിലിക്ക ഓഫ് ബോം ജീസസും കൂടെ പുറത്തുനിന്ന് കണ്ടിട്ട് നമുക്ക് റൂമിൽ പോകാം. ഇതാണ് ബസിലിക്ക ഓഫ് ബോം ജീസസ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ഭയങ്കര ടയേർഡായതുകൊണ്ട് ഞാനും ജാനുമയും കാറിലാണ് ഇരുന്നത്. സുബിൻ മാത്രം കയറി കണ്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു ചേർച്ച് ഇതാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഇതുവരെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ക്രൗഡുള്ള ഇവിടെയാണ്. ഈ ചേർച്ചിൽ ആക്ച്വലി സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ മോർട്ടൽ റിമെയിൻസ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ചേർച്ചാണിത്. അവിടെ ഒരു കെമിക്കൽ പ്രിസർവേഷനും ഒന്നും യൂസ് ചെയ്യാതെയാണത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കണം സുബിൻ പറഞ്ഞ പോലെ ഈ ചേർച്ചിൽ ഇത്രയും ക്രൗഡ് ഉള്ളതും. പിന്നെ ഓഫ് കോഴ്സ് ഗോവയിലെ ഒരു ഫേമസ് ലാൻഡ്മാർക്കാണ് ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു ഞാനും സുബിനും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തവണ ഞാനത് സ്കിപ്പ് ചെയ്തത്. പിന്നെ ജാനുമി അത്രത്തോളം ടയേർഡായിരുന്നു. അകത്ത് അൺഫോർച്ചുനേറ്റ്ലി ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ഈ കയറിപ്പോകുന്ന ഷോട്ട് വരെ വലിയ കാര്യമായിട്ട് കയറി പോകുന്നുണ്ടെങ്കിലും അകത്തെ ഒന്നും സുബിന് എടുക്കാൻ പറ്റിയില്ല. നമ്മളിതാ സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ചാപ്പൽ ഫൗണ്ടൻ ഹാസ് ഹെറിറ്റേജ് വാക്കിൻ്റെ ഒരു മർമ്മഭാഗമായിട്ട് വരും. അവിടെ എത്തിയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് അകത്തൊന്നും കയറാനും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതോ ടൈം തീർന്നു പോയതാണോ. എന്തായാലും ഇത് കണ്ടു. ഇതിനടുത്തടുത്തായിട്ടൊക്കെ തന്നെയാണ് എല്ലാം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതെല്ലാം ഒരു ലൈനാണ്. ഭയങ്കര കളർഫുൾ ബിൽഡിങ്സൊക്കെ ഉണ്ട്. നമുക്ക് നടക്കാം. ആദ്യം ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോട്ടെ. ഫൗണ്ടൻ ഹാസ് വാക്കൊക്കെ എന്താ പറയുക കുറച്ച് തേപ്പായി പോയി എന്നറിയാം. കാര്യം നമ്മൾ റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന ബഹളത്തിൽ അങ്ങനെ വ്ളോഗായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മുടെയും ആദ്യത്തെ തവണയാണല്ലോ, അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആ റീൽസും അതിൻ്റെ ബിറ്റ്സ് ആൻഡ് പീസസൊക്കെ എന്തെങ്കിലും നല്ലതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ട് കാണും എന്ന് വിചാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ടയേർഡായി. എല്ലാം നടന്നൊക്കെ അല്ലേ കണ്ടേ. ജാനുമീൻ ടയേർഡായി, നമ്മളും ടയേർഡായി. പിന്നെ റൂമിൽ പോയി കുളിച്ചു, ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഇതാ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കും. ഇന്നിപ്പം നമുക്ക് റെസ്റ്റ് ചെയ്യാം, റൂമിലിരുന്ന് തന്നെ കഴിക്കാം എന്നൊക്കെ വിചാരിച്ചു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ട് റൂമിലോട്ട് തന്നെ പോകാനുള്ള പ്ലാനാണ്. നമ്മൾ രാവിലെ നടന്ന ഫൗണ്ടൻ ഹൗസ് റോഡൊക്കെ തന്നെയാണ്. അവിടോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. സുബിൻ മെനുവും കൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ
ചിക്കൻ കഫ്രീൽ, ചിക്കൻ വിന്താലു. ഹലോ, നമ്മൾ റൂമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആക്ച്വലി നമുക്ക് നമ്മൾ നാളെ ഈ റൂം വെക്കേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫുഡ് കഴിക്കാൻ പോണേ ഉള്ളൂ. ജാനുമയുടെ ഫുഡ് അടി ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ജാനുമ ഇപ്പോൾ ഉറക്കണം. അത് കഴിഞ്ഞ് പെട്ടെന്ന് പാക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ഇന്നത്തെ പ്ലാനുകൾ എല്ലാം എന്താ പറയുക നടന്നു. പക്ഷെ എല്ലാം ഒന്നും വ്ളോഗ് ചെയ്യാനും വേണോ തരാം. എല്ലാം ഒന്നും വ്ളോഗ് ചെയ്യാനും കറക്റ്റായിട്ട് കാണിക്കാനും ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് ഈ വ്ളോഗ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് അറിയില്ല. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയൂ. അപ്പോൾ ഡേ 3 ഡേ 4 ഓഫ് ഗോവയിൽ കാണാം. അപ്പോൾ ബൈ ബൈ. ബൈ പറഞ്ഞോ. ബൈ.